ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഞണ്ട് റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്താലോ. ആദ്യം നമുക്ക് അതിൻ്റെ കാലുകളൊക്കെ മുറിച്ച് മാറ്റാം. എന്നിട്ട് പുറം ഭാഗത്തെ തൊണ്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു കൊഴുപ്പ് കാണും, അത് നമുക്ക് കഴുകി വൃത്തിയാക്കാം കേട്ടോ. അങ്ങനെ ഈ തൊണ്ട് എടുത്ത് മാറ്റുമ്പോഴാണ് നമുക്ക് ഇതിലത്തെ കയമ്പ് കാണാൻ പറ്റുന്നത്. നല്ല കയമ്പുള്ള നെണ്ടാണ് കേട്ടോ, നല്ല ഫ്രഷ് നെണ്ടാണേ. ഇതുപോലെ ബാക്കിയുള്ള നെണ്ടുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ നെണ്ടുകളും ക്ലീൻ ചെയ്ത് നന്നായി വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ഇതിനാവശ്യമായ തക്കാളി, 2 സവാള, 7 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി നമുക്ക് നന്നായി വാഷ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എപ്പോൾ കുക്ക് ചെയ്യാൻ എടുക്കുകയാണെങ്കിലും അത് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാതിരിക്കുക. ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്ത് ഉപയോഗിക്കുക. അതിന് ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഉള്ളി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. വഴറ്റാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് കുക്കായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുറിച്ച് വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും. എന്നിട്ട് ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണേ. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞണ്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. മസാല ഞണ്ടിലേക്ക് പിടിക്കുന്നത് വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. മസാലകളൊക്കെ ഞണ്ടിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് ഇവിടെ കുക്കായി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ടത്തൈര് ഒഴിച്ച് കൊടുക്കാം. 3 ടീസ്പൂൺ കട്ടത്തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഞണ്ട് റോസ്റ്റ് ചോറിലേക്കും ചപ്പാത്തി, പൊറോട്ട, അപ്പങ്ങളിലേക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ബൈ.